Hello dear students, welcome to Target Learning app. നമ്മൾ ഇന്ന് 5th chapter ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മക്കളെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓൾറെഡി നമ്മൾ ലൈറ്റിന്റെ മറ്റൊരു ഫിനോമിനൻ ആയ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്റർ 4th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ഫോക്കസ് ഏരിയ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇന്ന് ഈ 5th ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എന്ത് ചെയ്യാം മക്കളെ പെട്ടെന്ന് റിവൈസ് ചെയ്യാണ്. മക്കൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ലിസൺ. സോ ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയ. ഇതിൽ റിഫ്രാക്ഷൻ എന്താണ്, റിലേഷൻ ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് അത് അറിഞ്ഞിരിക്കണം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ലെൻസസ് ടെക്നിക്കൽ ടേംസ് അറിഞ്ഞിരിക്കണം, പിന്നെ ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ആൻഡ് കോൺകേവ് ലെൻസ് പഠിക്കണം, റേ ഡയഗ്രംസ് വരുന്നുണ്ട് അതിൽ, പിന്നെ ക്യാരക്ടേഴ്സ് ഓഫ് ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉദ്ദേശിച്ച്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് പഠിക്കണം. സോ വൺ ബൈ വൺ ആയി പഠിക്കാം. കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. ഈ ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്, പക്ഷേ അതിൽ നിന്ന് കുറച്ച് ടോപ്പിക്സ് മാത്രമേ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ കൊടുത്തുള്ളൂ. മക്കളെ അത് ഫോക്കസ് ചെയ്ത് പഠിക്കും. സോ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ when light travels from one medium to another medium obliquely, അതായത് ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ഒബ്ലിക്വലി ട്രാവൽ ചെയ്യുമ്പോൾ, ഒബ്ലിക്വലി പറഞ്ഞാൽ ഒരു ആംഗിളിൽ ലൈക്ക് ദിസ് ഇങ്ങനെ. ഓക്കെ, വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. അപ്പോൾ മുകളിൽ ഇത് എയറും ഇവിടെ ഗ്ലാസ്സും എന്ന് വിചാരിക്കുക. അപ്പം എയർ എന്ന മീഡിയത്തിൽ നിന്നും ഗ്ലാസ് എന്ന മീഡിയത്തിലേക്ക് ലൈറ്റ് എന്ത് ചെയ്യാണ് കിടക്കുന്ന ഈ ഒരു സമയത്ത് മക്കളെ ശ്രദ്ധിക്കടാ, ഈ ഒരു സമയത്ത് ഓക്കെ ലൈറ്റ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ ലൈറ്റിൻ്റെ പാത്തിന് ഒരു ബെൻഡിങ് ഉണ്ടാവും ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ഒബ്ലിക്വലി എന്ത് ചെയ്യാണ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റിൻ്റെ പാത്തിനുണ്ടാകുന്ന ഒരു ഡീവിയേഷൻ, ഒരു ബെൻഡിങ്. ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന ഈ ഒരു ഫിനോമിനൻ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? റിഫ്രാക്ഷൻ. സോ വാട്ട് ഈസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് ബെൻഡിങ് ഓഫ് ലൈറ്റ് when it travels from one medium to another medium obliquely. എന്താണ്? It is a phenomenon of bending of light when it travels from one medium to another medium obliquely. Okay, clear അല്ലേ? സോ ഈ ഒരു റിഫ്രാക്ഷൻ എന്താണെന്നുള്ളത് മക്കൾ ആദ്യം പഠിച്ചു. ഓക്കെ, ഇനി ശ്രദ്ധിക്കടാ, ഇനി ലൈറ്റ് എങ്ങാനും ഇങ്ങനെ വന്നാലോ? ഇത് ലിസൺ, ഇവിടെ കുറച്ച് ടേംസ്. ഈ വരുന്ന ലൈറ്റിനെ ഇൻസിഡന്റ് റേ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഇൻസിഡന്റ് റേ. ഇതിനെ റിഫ്രാക്റ്റഡ് റേ എന്ന് വിളിക്കും. ഇതിനെ നോർമൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? നോർമൽ എന്ന് വിളിക്കും. ഓക്കെ, ഈ മൂന്ന് ലൈൻസ്, അതായത് ഇൻസിഡന്റ് റേയും നോർമലും റിഫ്രാക്റ്റഡ് റേയും ഒരേ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, now listen, this angle is known as angle of incidence and here it is known as angle of refraction. നോർമലും ഇൻസിഡന്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ഫൈൻ. ഇനി മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ലൈറ്റ് റേ എങ്ങാനും ഈ നോർമലിലൂടെ വന്നാലോ? അപ്പൊ ഈ ലൈറ്റ് ഒബ്ലിക്വലി അല്ല ഒരു മീഡിയത്തിൽ നിന്ന് മറ്റേ മീഡിയത്തിലേക്ക് കിടക്കണേ, ഒബ്ലിക്വലി അല്ല കിടക്കണേ. അപ്പൊ അതിന് റിഫ്രാക്ഷൻ ഉണ്ടാവില്ല, അത് നേരെ കടന്നു പോകും. ഓൾ ഓഫ് യു ക്ലിയർ? റെഡി? അതായത് ഒരു ലൈറ്റ് നോർമലിലൂടെ കടന്നു വരികയാണെങ്കിൽ അതെന്ത് ചെയ്യും? നേരം കടന്നു പോകും. അപ്പൊ റിഫ്രാക്ഷൻ എന്ന ഫിനോമിന ഒക്കെ അറിയില്ല. യു ഗോട്ട് ഇറ്റ്? അപ്പൊ ലൈറ്റ് എന്ത് ചെയ്യണം? ഒബ്ലിക്വലി, അതായത് നോർമലുമായി ഒരു ആംഗിൾ ഉണ്ടാക്കിക്കൊണ്ട് ലൈറ്റ് വരികയാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. എല്ലാ ഡീറ്റെയിൽസും ഓക്കെ അല്ലേ റിഫ്രാക്ഷനിൽ? സോ വാട്ട് ഈസ് റിഫ്രാക്ഷൻ? ഇറ്റ്സ് എ ഫിനോമിനൻ ഓഫ് ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. എങ്ങനെ? ഒബ്ലിക്വലി. ഓക്കെ, നൗ ലിസൺ, നെക്സ്റ്റ് വൺ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും സ്പീഡ് ഓഫ് ലൈറ്റും തമ്മിലുള്ള ബന്ധമാണ് മക്കൾ. എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ്. മക്കളെ, അപ്പൊ ആദ്യം എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നുള്ള കാര്യം മക്കള് പഠിക്കണം. ഈ ലൈറ്റിന് എല്ലാ മീഡിയത്തിലും ഒരേ സ്പീഡല്ല. ലൈറ്റിന് ഡിഫറെന്റ് മീഡിയാസിൽ ഡിഫറെന്റ് സ്പീഡ് ആയതാണ് ശരിക്കും റിഫ്രാക്ഷൻ എന്ന ഫിനോമിനന് കാരണം. അപ്പൊ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിന്റെ സ്പീഡിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും അതിന്റെ പാത്തിന് ബെൻഡിങ് ഉണ്ടാവുന്നത്. യു ഗോട്ട് ദ പോയിന്റ്? നൗ ലിസൺ, എന്താണ് മക്കളെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇസ് എ മെഷർ ദാറ്റ് ഷോസ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഇറ്റ്. ഓക്കെ, അതായത് ഒരു മീഡിയം എടുക്കുകയാണെങ്കിൽ ആ മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡിനെ
ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അളവാണ് ശരിക്കും എന്തെന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എ മീഡിയം എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ശരിക്കും, അല്ലെങ്കിൽ ഒരു അളവാണ്. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു മീഡിയം എടുത്തു കഴിഞ്ഞാൽ അതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വളരെ കൂടുതലാണ് എങ്കിൽ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വാല്യൂ വളരെ കൂടുതലാണ് എങ്കിൽ അതിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. You got it? Okay. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എ മീഡിയം ആണ്, ഒരു മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് അതിലൂടെ കടന്നു പോകുന്ന ലൈറ്റിന്റെ സ്പീഡിനെ എന്ത് ചെയ്യുക? ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കി വെക്കുക. So what is optical density? The optical density is the measure that shows how a medium influences the speed of light passing through it. You got it? You got the concept? എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? ഒരു മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് എന്താ? ഒരു അളവാണ്. എന്തുള്ള അളവാണ്? ദാറ്റ് ഷോസ്, അത് ആ അളവ് കാണിക്കുന്നു എന്ത്? എങ്ങനെയാണ് ഒരു മീഡിയം അതിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. മക്കൾ പഠിച്ചു വെക്ക്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്തോറും അതിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ് കുറയും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വാക്വം എടുക്കുന്നു, അതേപോലെ വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്, ഇവയുടെയൊക്കെയുള്ള ലൈറ്റിന്റെ സ്പീഡ് ഈ കൊടുത്തിരിക്കുന്നത്, ഇതൊക്കെ ലൈറ്റിന്റെ സ്പീഡാ, ശരിയല്ലേ? അപ്പൊ ഇതിൽ നോക്കുന്ന സമയത്ത് ഇതിൽ ഏത് മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡ് കൂടുതലുള്ളത്? വാക്വത്തിലാണ്. പിന്നെ ഏതിലാ മക്കളെ? വാട്ടറിലാണ്, ഈ തന്ന ലിസ്റ്റിൽ. ഓക്കെ, സോ ഇവിടെ ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വാക്വത്തിനാ, അതുകൊണ്ട് അതിൽ കൂടെ നല്ല സ്പീഡിൽ ലൈറ്റ് പോയത്. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടും തോറും ലൈറ്റിന്റെ സ്പീഡ് എന്ത് ചെയ്യും മക്കളെ? കുറയും. പഠിച്ചു വെക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡയമണ്ടിനാണ്, അതുകൊണ്ടാണ് അവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറഞ്ഞത്. ഇത്രയും ഡീറ്റെയിൽസ് ഓക്കെ അല്ലേ മക്കളെ? ഈ പോയിന്റ് പഠിച്ചു വെക്ക്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയം വഴി ലൈറ്റ് കുറഞ്ഞ സ്പീഡിലേ പോകുള്ളൂ. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ ഫോക്കസ് ഏരിയ പറഞ്ഞ കാര്യമാണ് മക്കളെ, വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം കൂടി മക്കളെ, ചെറിയ ഒരു കാര്യം കൂടി ലിസൺ. ഓക്കെ, നമ്മൾ ലൈറ്റ് നമ്മൾ പറഞ്ഞു, റിഫ്രാക്ഷൻ നടക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, നൗ ലിസൺ. ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം മുകളിൽ, ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം. ഓക്കെ, നൗ ലിസൺ. ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരുന്നുണ്ട്, ലൈക്ക് ദിസ്. ഒരു ലൈറ്റ് റേ ഇങ്ങനെ വന്നു, ഇവിടെ തട്ടി. ഓക്കെ, ലൈറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തെ നമ്മൾ റയറർ മീഡിയം എന്ന് വിളിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തെ ഡെൻസർ മീഡിയം എന്നും വിളിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ലൈറ്റ് റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസറിലേക്ക് പോവാണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് പോവാണ്. അപ്പൊ ലൈറ്റിന് എന്താ സംഭവിക്കുക അറിയോ? ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇതാണ് മക്കളെ നോർമൽ. ആഫ്റ്റർ റിഫ്രാക്ഷൻ ദ ലൈറ്റ് വിൽ ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ. അങ്ങനെ പറഞ്ഞാൽ ലൈറ്റ് ഇങ്ങനെ പോവേണ്ട ലൈറ്റ് നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും, ലൈക്ക് ദിസ്. മക്കളെ പഠിച്ചു വെക്കണം. ഇനി മക്കളെ ലൈറ്റ് റേ എങ്ങാനും നമ്മൾ പറഞ്ഞ തിരിച്ച് എങ്ങനെ മക്കളെ ശ്രദ്ധിക്കടാ? തിരിച്ചാണ് നമ്മളുടെ ലൈറ്റ് റേ വരുന്നത്, ലൈക്ക് ദിസ്. ഇങ്ങനെ ലൈക്ക് ദിസ്, ഇങ്ങനെ ശ്രദ്ധിക്കാം. നമ്മളുടെ ലൈറ്റ് തിരിച്ചു വരികയാണ്. ഓക്കെ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്കാണ് വരുന്നത്. സോ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്കാണ് നമ്മുടെ ലൈറ്റ് റേ വരുന്നത് എങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്താ നടക്കുക? കാരണം മീഡിയം ചേഞ്ച് ചെയ്യല്ലേ. അപ്പൊ ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് നോക്ക് ബെൻഡ് ഇതെങ്ങനെ ലൈറ്റ് ഇങ്ങനെ പോവേണ്ട ആള് ബെൻഡ് ചെയ്യും. എങ്ങോട്ടേക്ക്? ടുവാർഡ്സ് ദ നോർമൽ ആണോ അല്ലെങ്കിൽ എവേ ഫ്രം ദ നോർമൽ ആണോ? അപ്പം ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറിലേക്ക് ലൈറ്റ് വരുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. സോ ലൈറ്റ് വിൽ ട്രാവൽ ലൈക്ക് ദിസ്. ഇത് രണ്ടും പഠിച്ചു വെക്കണം. സോ when light travels from rarer medium to denser medium, then after refraction light will bend towards the normal, and when light travels from denser medium to rarer medium, then after refraction light will bend away from the normal. ഇത്രയും ഡീറ്റെയിൽസ് മക്കൾ പഠിച്ചു വെക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്തിലേക്ക് കടക്കാം മക്കളെ? നമുക്ക് ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിലേക്ക് കടക്കാം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കടാ. ലിസൺ. ഒരു ലൈറ്റ് റേ ഓക്കെ, ഇതാ
ഒരു ലൈറ്റ് റേ ഇത് ഡെൻസർ മീഡിയ ആണ്. എന്താണ്? ഡെൻസർ മീഡിയ ആണ്. മുകളിൽ റയറർ മീഡിയ ആണ്. ഡെൻസർ മീഡിയം എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയം, റയർ മീഡിയം പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയം. ഓക്കെ, സോ when light travels from denser medium to rarer medium, then after refraction light will bend away from the normal like this. അല്ലേ? ശരിയല്ലേ? ഓക്കെ, now listen, ഇതാണ് മക്കളെ ഇവിടുത്തെ നോർമൽ. ദാ ഞാൻ നോർമൽ കാണിക്കുകയാണ്. ലിസൺ, നോർമൽ കാണിക്കുകയാണ്. ഇതാണ് നമ്മളുടെ നോർമൽ, ഇതാണ് നമ്മളുടെ നോർമൽ ലൈൻ. ഓക്കെ, now listen, ഈ ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. all of you clear? ഓക്കെ, now ഞാൻ നോക്കടാ, ഞാൻ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വർദ്ധിപ്പിക്കാൻ പോവാണ്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടി. ഇപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നേരത്തെ ഉള്ളതിനേക്കാളും കൂട്ടി. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇത്ര ഉള്ളത് ഇപ്പോൾ ഇത്രയായി. ശരിയല്ല? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വർദ്ധിപ്പിച്ചാൽ അപ്പോൾ തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും വർദ്ധിക്കും. സോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇത്രയായി. ക്ലിയർ ആയല്ലോ? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ദാ കൂടിയായിട്ട് ഇത്ര വന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കൂടി. ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വീണ്ടും കൂടിയായിട്ടതാ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വീണ്ടും കൂടിയതാ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കറക്റ്റ് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയി. എത്രയായി? 90 ഡിഗ്രി. And the corresponding angle of incidence is known as critical angle. എന്താ വിളിക്കുക മക്കളെ? Then the corresponding angle of incidence is known as critical angle. Okay. അപ്പോൾ ലിസൺ, അപ്പോൾ എന്താ മക്കളെ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90 ഡിഗ്രി. എന്താണ്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? ക്രിറ്റിക്കൽ ആംഗിൾ. അപ്പോൾ ക്രിറ്റിക്കൽ ആംഗിൾ പഠിച്ചല്ലോ? പഠിച്ചു. So total internal reflection like I am very on top. So when light travels from denser medium to rarer medium, then after refraction light will bend away from the normal. When we increases the angle of incidence, then angle of refraction also increases at a particular instant. The angle of refraction becomes 90 degree and the corresponding angle of incidence is known as critical angle. അപ്പോൾ എന്താ ക്രിറ്റിക്കൽ ആംഗിൾ? വാട്ട് ഈസ് ക്രിറ്റിക്കൽ ആംഗിൾ? ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ബിക്കംസ് 90 ഡിഗ്രി. അതാ ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? സോ ക്രിറ്റിക്കൽ ആംഗിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നൗ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ when light travels from denser medium to rarer medium greater than the critical angle. ഞാൻ ഇനി ഇവിടെ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ഇനിയും ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വർദ്ധിപ്പിച്ചാൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ പിന്നെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പിന്നെ റിഫ്രാക്ഷൻ നടക്കൂല. പിന്നെ ഇയാൾ എന്താ ചെയ്യുക? സെയിം മീഡിയത്തിലേക്ക് എന്ത് ചെയ്യുക? റിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂട്ടിയാൽ പിന്നെ അവിടെ എന്ത് നടക്കില്ല? റിഫ്രാക്ഷൻ നടക്കില്ല, അവിടെ റിഫ്ലക്ഷൻ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ എന്തായി മക്കളെ? അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന ഫിനോമിനൻ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ റിഫ്രാക്ഷൻ എന്ന ഫിനോമിനയിൽ നിന്നും റിഫ്ലക്ഷൻ എന്ന ഫിനോമിനയിലേക്ക് ഒരു മാറ്റം. ഓക്കെ, എപ്പം? വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം. എങ്ങനെ? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ ആവുകയാണെങ്കിൽ. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ വാട്ട് ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം denser medium to rarer medium, okay, having angle of incidence greater than critical angle, then the light will reflect into the same medium by obeying laws of reflection. Okay, എല്ലാ ലോസ് ഓഫ് റിഫ്ലക്ഷനും ഒബേ ചെയ്തുകൊണ്ട് ആ ലൈറ്റ് സെയിം മീഡിയത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും മക്കളെ? റിഫ്ലക്ട് ചെയ്യും. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. When light travels from denser medium to rarer medium at an angle of incidence greater than critical angle, then the light will reflect into the same medium by obeying laws of reflection. This phenomenon is known as total internal reflection. മക്കളെ, ഈ ഫിഗർ കണ്ടോ? ഈ ഫിഗർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കടാ. ഈ ഫിഗർ എന്ന് പറയുമ്പോൾ വെള്ളത്തിലൂടെ ലൈറ്റ് ഇങ്ങനെ പോവാ. വെള്ളത്തിലൂടെ ലൈറ്റ് പോകാൻ നോക്കണേ എങ്ങോട്ടേക്കാണ്? എയറിലേക്കാണ്. ഇവിടെ മുകളിൽ എയറാണ്.
അപ്പോൾ വെള്ളത്തിൽ നിന്ന് എയറിലേക്ക് ലൈറ്റ് പോകാൻ നോക്കുമ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറഞ്ഞാൽ ഇതാണ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ പിന്നെ അവിടെ എന്താ നടക്കുക? ഡെൻസറിന് റെയറിലേക്ക് പോകുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയാൽ പിന്നെ അവിടെ എന്താ നടക്കുള്ളൂ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന് ലൈറ്റ് ഫുള്ളായിട്ട് ഇങ്ങോട്ടേക്ക് മടങ്ങി വരും. ഓൾ ഓഫ് യു ക്ലിയർ? അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ് എന്തിന്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഐ ഹോപ്പ് യു ഓൾ ഗോട്ട് ദിസ്. നമ്മൾ വീട്ടിലുള്ള അക്വേറിയം ഒരു ഫിഗർ ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ ഉണ്ട്. നമ്മൾ വീട്ടിൽ കാണുന്ന അക്വേറിയത്തിൻ്റെ ഇത് ടോപ്പ് ഭാഗം, അക്വേറിയത്തിൻ്റെ ടോപ്പ് ഭാഗമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ലൈക്ക് ദിസ് അക്വേറിയം. ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഇതിൻ്റെ ടോപ്പ് സർഫസിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ടോപ്പ് സർഫസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിഭാഗത്തുള്ള അതിൻ്റെ ഒരു ഇമേജ്, അതായത് ഇതൊരു മിറർ പോലെ ആക്ട് ചെയ്യും. അതൊക്കെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് അതിൻ്റെ കാരണം കേട്ടോ. മക്കളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താണെന്നുള്ളത് സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമ്മൾ ആ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട് എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പിൽ നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷനിലാണ് എൻഡോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ വയറിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നോക്കാൻ വേണ്ടി ഒരു പൈപ്പ് വിഴുങ്ങാറുണ്ട്, എൻഡോസ്കോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പൈപ്പ് അകത്തേക്ക് വിഴുങ്ങുന്ന സമയത്ത് നമ്മൾ വയറിൻ്റെ ഉള്ളിലുള്ള കാണണമെങ്കിൽ അവിടെ ലൈറ്റ് വേണം, ശരിയല്ലേ? അപ്പോൾ ആ ലൈറ്റ് വയറിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുക, ഒരു പൈപ്പ് പോകുന്നുണ്ട്, ആ പൈപ്പിലൂടെ നമ്മൾ ലൈറ്റ് എന്ത് ചെയ്യും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വഴി എന്ത് ചെയ്യും? ആ പൈപ്പ്, ഒരു പൈപ്പ് ഇതാ, സപ്പോസ് ഇതൊരു പൈപ്പ്, ഇതുപോലെ പൈപ്പാണ്. അപ്പോൾ ആ പൈപ്പ് ചെറിയ പൈപ്പാണ്, വളരെ കുഞ്ഞി പൈപ്പാണ്, ഡയമീറ്റർ വളരെ കുറഞ്ഞ പൈപ്പായിരിക്കും. ആ പൈപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ എൻഡ് വയറിനകത്തായിരിക്കും ഉണ്ടാവുക, ഇത് പുറത്തായിരിക്കും ഉണ്ടാവുക. ഈ പുറത്തുനിന്ന് ഒരു ലൈറ്റ് നമ്മളിങ്ങനെ കടത്തി വിടുന്ന സമയത്ത് ലിസൺ, ഇതൊരു മീഡിയവും അതിൻ്റെ പുറമെ വേറൊരു മീഡിയത്തിൻ്റെ ലെയറും ഉണ്ടാവും. ഇത് ഒരു മീഡിയ, ഈ ഒരു ലെയർ ഒരു മീഡിയ ആയിരിക്കും, അതിൻ്റെ പുറമെ കാണുന്ന ഈ ലെയർ ഉണ്ടെങ്കിൽ അത് വേറെ മീഡിയം ആയിരിക്കും. ഓക്കെ, ഉള്ളത്ത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളതും പുറത്ത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളതുമാണ്. അപ്പോൾ ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് അപ്പോൾ ട്രാവൽ ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയോടത്തുനിന്ന് കുറഞ്ഞോടത്തേക്ക് പോവാണ്. അങ്ങനെ കൂടിയോടത്തുനിന്ന് കുറഞ്ഞോടത്തേക്ക് ലൈറ്റ് പോകുന്ന സമയത്ത് അവിടെ എന്ത് നടക്കും മക്കളെ? അവിടെ എന്ത് ഒക്യൂർ ചെയ്യും? അവിടെ നമ്മൾ വിടുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഈ ലൈറ്റ് ഇങ്ങനെ പോയി ഇവിടെ തട്ടും, പിന്നെ ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ നടക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിലെ താഴെ വന്ന് വീകണേ. അപ്പോൾ ആഴം വന്ന് തട്ടും, പിന്നെ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. അങ്ങനെ റിഫ്ലക്ഷൻ നടന്ന് അത് അവസാനം എവിടേക്ക് എത്തി? ആ എൻഡിലേക്ക് എത്തി. ഓൾ ഓഫ് യു ക്ലിയർ? ഇത് എത്ര ലെങ്ത് ഉള്ള പൈപ്പാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ എൻഡിലേക്ക് ലൈറ്റ് എത്തിക്കാൻ പറ്റും. ലൈറ്റിന് ഭയങ്കര സ്പീഡല്ലേ മക്കളെ, അതുകൊണ്ട് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. പിന്നെ ഇത് കുറച്ച് വളഞ്ഞ് ചെറിയ രീതിയിൽ ബെൻഡ് അയച്ചൊന്നും കുഴപ്പമില്ല, ലൈറ്റ് അങ്ങ് പോയിക്കോളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു എൻഡ് ഇത് എത്ര ലെങ്ത് ആണെങ്കിലും എന്ത് ചെയ്യും? വളരെ എളുപ്പത്തിൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തിക്കുക. അത് എനർജി ലോസ് ഇല്ലാണ്ട്. ലൈറ്റ് ഇവിടുന്ന് എത്ര ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൊടുത്തോ സെയിം ഇൻറ്റൻസിറ്റി മറ്റേ എൻഡിലേക്ക് എത്തും. ഓൾ ഓഫ് യു ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇത് മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻ ദ ഫീൽഡ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നിങ്ങൾ OFC കേട്ടിട്ടുണ്ടാവും. OFC ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് OFC പറഞ്ഞാൽ. അപ്പോൾ OFC ആയിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആയിട്ട് ടെലി കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ ഓഫ് യു ക്ലിയർ? സോ മെഡിക്കൽ ഫീൽഡിലും കമ്മ്യൂണിക്കേഷൻ, ടെലി കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, നൗ ലിസൺ. നെക്സ്റ്റ് വൺ, ലെൻസിലേക്ക് കടക്കുക. നമ്മളടുത്ത് എന്താണ് ലെൻസ്? ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട്, പിന്നെ ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷനും പഠിക്കാണ്ട്. അപ്പോൾ എന്താ മക്കൾ ലെൻസ് എന്ന് പറഞ്ഞാൽ? ലെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ്. എന്താണ്? ഇറ്റ്സ് എ ട്രാൻസ്പെറൻറ്റ് മീഡിയം ഹാവിങ് സ്ഫെറിക്കൽ സർഫസസ്. സ്ഫെറിക്കൽ സർഫസുകളുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ് മക്കളെ എന്ത്? ലെൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ലിസൺ, നമ്മൾ രണ്ട് ലെൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് കോൺവെക്സ് ലെൻസും ഒന്ന് കോൺകേവ് ലെൻസും. ഓക്കെ, ഒന്ന് കോൺകേവ് ലെൻസും ഒന്ന് കോൺവെക്സ്. ദിസ് ഈസ് നോൺ ആസ് കോൺവെക്സ് ലെൻസ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് കോൺകേവ് ലെൻസ്. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ലെൻസ് എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇതെന്താണ്? ട്രാൻസ്പെറൻറ്റ് മീഡിയ ആണ്, ഹാവിങ് ഇത് സ്ഫെറിക്കൽ സർഫസാണ്. ഈ രണ്ട് സർഫസ് എന്തായിരിക്കും മക്കളെ? സ്ഫെറിക്കൽ സർഫസാണ്. ബോളിൻ്റെ ഷേപ്പുള്ള സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കും. സർക്കുലർ ഷേപ്പ് അല്ല, സ്ഫെറിക്കൽ സർഫസ് ഉണ്ടാവുക. ഒരു ലെൻസ് എടുത്ത് നോക്കിയാൽ അങ്ങ് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, നൗ ലിസൺ. നെക്സ്റ്റ്, ഒപ്റ്റിക് സെൻറ്റർ. ലെൻസുമായി ബന്ധപ്പെട്ട ടേംസ് ആണ് ഒപ്റ്റിക് സെൻറ്റർ. ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലെൻസിൻ്റെ മിഡ് പോയിന്റ് ആണെന്ത്? ഒപ്റ്റിക് സെൻറ്റർ. ഇപ്പോൾ ഇത് ലെൻസാണ്, ഇതാണ് മക്കളെ ഒപ്റ്റിക് സെൻറ്റർ. O എന്ന് കാണിക്കും ഒപ്റ്റിക് സെൻറ്റർ. സോ വാട്ട് ഈസ്
optic center of a lens. Optic center of a lens എന്ന് പറഞ്ഞാൽ എന്താണ്? It's a midpoint of lens ആണ്. എന്താണ്? It's a midpoint of lens. ലെൻസിന്റെ midpoint ആണ് മക്കളെ എന്ത്? Optic center എന്ന് പറഞ്ഞാൽ. Is it clear for you? Okay. നെക്സ്റ്റ് ടേം മക്കളെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെന്റർ ഓഫ് ദി സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സെന്റർ ആണ്. ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ ആ കോൺവെക്സ് ലെൻസിന്റെ ഇത് രണ്ടും കോൺകേവിന്റെ ഇതുമാണ്. ഓക്കെ, അപ്പൊ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സെന്റർ ഓഫ് ദി ഇമാജിനറി സ്ഫിയേഴ്സ് ഓഫ് വിച്ച് ദ സൈഡ്സ് ഓഫ് ദി ലെൻസസ് ആർ പാർട്സ് ഓഫ് ദാറ്റ് സ്ഫിയർ. അതായത് ശരിക്കും സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാജിനറി രണ്ട് സ്ഫിയറുകളുടെ സെന്ററാണ്. അതായത് ഈ ഒരു സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു സ്ഫിയറിന്റെ സെന്ററാണ്. കണ്ടീഷൻ എന്താണ്? ഒരു ഇമാജിനറി സ്ഫിയറിന്റെ സെന്ററാണ്. കണ്ടീഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലെൻസിന്റെ സൈഡുകൾ ഈ ലെൻസിന്റെ രണ്ട് സൈഡ്, ഒരു സൈഡ് ഇതും ഓക്കെ, അത് ആ ഒരു സ്ഫിയറിന്റെ പാർട്ടായിട്ട് വരണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു ലെൻസ് ഇതാ, ഈ ലെൻസിന്റെ ഈ ഒരു സൈഡ് ഇങ്ങോട്ട് നീട്ടി ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് വരച്ചാൽ നമുക്കൊരു സ്ഫിയർ കിട്ടും. ഓക്കെ, അതുപോലെ ഈ ഒരു ലെൻസിന്റെ ഈ ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ നീട്ടി വെച്ചാൽ നമുക്കൊരു സ്ഫിയർ കിട്ടും. ആ സ്ഫിയറിന്റെ സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് ഇമാജിനറി സ്ഫിയറുകളുടെ സെന്റർ ആണ് ഈ ലെൻസിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ സെന്ററിന്റെ സൈഡ്സ് പാർട്ടായിട്ട് വരുന്ന ഏത് ഇമാജിനറി സ്ഫിയറുകളുടെ സെന്റർ ആണെന്ത്? ഈ ലെൻസിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലെൻസിന്റെ സൈഡ്സ് ഭാഗമായി വരുന്ന ഈ ലെൻസിന്റെ സൈഡുകൾ ഭാഗമായി വരുന്ന പാർട്ടായി വരുന്ന ഇമാജിനറി സ്ഫിയറുകളുടെ സെന്റർ ആണ് മക്കളെ എന്ത്? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ. ഓൾ ഓഫ് യു ക്ലിയർ? സോ വാട്ട് ഈസ് സെന്റർ ഓഫ് കർവേച്ചർ? സെന്റർ ഓഫ് കർവേച്ചർ ഈസ് ദ സെന്റർ ഓഫ് ദി ഇമാജിനറി സ്ഫിയേഴ്സ് ഓഫ് വിച്ച് ദ സൈഡ്സ് ഓഫ് ദി ലെൻസസ് ആർ പാർട്സ് ഓഫ് ദാറ്റ് സ്ഫിയർ. ഓൾ ഓഫ് യു ക്ലിയർ? ഓക്കെ, നൗ ലിസൺ. നമ്മൾ കോൺകേവ് ലെൻസിന്റെ സി പറഞ്ഞു, സെന്റർ ഓഫ് കർവേച്ചർ കാണിച്ചു. അതുപോലെ കോൺവെക്സ് ലെൻസിന്റെയും സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ കാണിച്ചു. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, നെക്സ്റ്റ് എന്താ മക്കളെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ സെന്റർ ഓഫ് കർവേച്ചറും ഒപ്റ്റിക് സെന്ററും ഒക്കെ കൂടി ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണെന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. സോ വി ക്യാൻ സേ ദാറ്റ് വി ക്യാൻ ഡിഫൈൻ പ്രിൻസിപ്പൽ ആക്സിസ് ആസ് ദ പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ്? is the straight line joining between center of curvature and optic center. That's all. So simply പറഞ്ഞാൽ മതി, principal axis the imaginary line that passes through the optic center and center of curvature എന്ന് പറഞ്ഞാൽ മതി. optic center and center of curvature. Okay അല്ലേ? That's all. Next, principal focus എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുമ്പോൾ കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ്, കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താ, രണ്ടും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ടേംസ് പഠിക്കണമെന്ന് ഫോക്കസ് ഏരിയ പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഈസ് പ്രിൻസിപ്പൽ ഫോക്കസ്? ആദ്യം നമുക്ക് കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്നുള്ളത് പറയാം. സോ കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ആക്സിന് നിയർ ബൈ ആയി, ഇത് പ്രിൻസിപ്പൽ ആക്സാ മക്കളെ, കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ആക്സിന് നിയർ ബൈ ആയി പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേസ്, ഓക്കെ, കോൺവെക്സ് ലെൻസ് കയറി ആഫ്റ്റർ റിഫ്രാക്ഷൻ ഓൾ ലൈറ്റ്സ് വിൽ കോൺസെൻട്രേറ്റ് ഇൻ ദ സെയിം പോയിന്റ്. എല്ലാ ലൈറ്റ് റേസും ഒരു സെയിം പോയിന്റിലേക്ക്, പ്രിൻസിപ്പൽ ആക്സിലെ ഒരു സെയിം പോയിന്റിലേക്ക് എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് ലെൻസ്. ഓൾ ഓഫ് യു ക്ലിയർ ദ കൺസെപ്റ്റ്? നൗ ലിസൺ, വാട്ട് ഈസ് ദാറ്റ്? Light rays incident parallel and close to the principal axis. Okay, എന്താണ്, after refraction, okay, എന്ത് ചെയ്യും, converge ചെയ്യുന്നു a point on the principal axis. ഈ ലൈറ്റ് റേസ് ഒക്കെ എന്ത് ചെയ്യുന്നു, റിഫ്രാക്ഷന് ശേഷം കൺവേർജ് ചെയ്യുന്നു എങ്ങോട്ടേക്ക്, ഒരു പോയിന്റിലേക്ക്, ഒരു കോമൺ പോയിന്റിലേക്ക്, ഓക്കെ, ഓഫ് എ കോൺവെക്സ് ലെൻസ്. ദിസ് പോയിന്റ് ഈസ് known as principal focus of convex lens. അപ്പോൾ എന്താ പറഞ്ഞ മക്കളെ, light rays coming parallel and close to the principal axis towards a convex lens. After refraction it converges to a common point on the principal axis. That point is known as principal focus. കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഭാഷയിൽ എഴുതുക. all of you clear? okay, so listen, principal focus പറഞ്ഞു, ഇത് കോൺവെക്സ് ലെൻസിൻ്റെ. ഇനി ഏതാ മക്കളെ, കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്നുള്ളത് പറഞ്ഞു. സോ കോൺകേവ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുമ്പോൾ ലൈറ്റ് റേസ് കമ്മിങ് പാരലൽ ആൻഡ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഡൈവേർജസ്, ഓക്കെ,
അപ്പോൾ ഡൈവേർജ് ചെയ്യാറുണ്ട് എന്താ അകന്നു പോവാം. ഓക്കെ, സോ ഡൈവേർജസ് ഈച്ച് അതർ. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മുടെ ഈ കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ കോൺകേവ് ലെൻസിലേക്ക് വരുന്ന എന്ത് പാരലായി വരുന്ന പ്രിൻസിപ്പൽ ആക്സിന് അടുത്തുകൂടെ വരുന്ന ഈ പാരലൽ ലൈറ്റ് ബീംസ് റിഫ്രാക്ഷന് ശേഷം പരസ്പരം എന്ത് ചെയ്യുന്നു, അകലുന്നു, ഡൈവേർജ് ചെയ്യുന്നു. And these light rays seems to be coming from a common point. That point is known as principal focus of concave lens. അതായത് ഈ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് അടുത്തുകൂടെ വരുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം പരസ്പരം അകലുന്നു. എന്നാൽ അവരെല്ലാം ഒരു കോമൺ പോയിന്റിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നു. Seems to be originating from a common point. That point is known as principal focus of concave lens. All of you clear? Okay. So in the makle, light rays incident parallel and close to the principal axis diverge from one another after refraction. These rays appear to originate from a point on the same side. This point is principal focus of a concave lens. Clear ആയെന്ന് വിചാരിക്കുന്നു. Okay. Next one. അടുത്ത focal length എന്താ? ഫോക്കൽ ലെങ്ത് പറഞ്ഞാൽ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള അകലമാണ് മക്കളെ ഫോക്കൽ ലെങ്ത് പറഞ്ഞാൽ കേട്ടോ. സോ ലിസൺ, ഫോക്കൽ ലെങ്ത് എന്താണ്? ഇറ്റ്സ് ദ ഡിസ്റ്റൻസ് ഫ്രം ഒപ്റ്റിക് സെന്റർ ടു ദ ഫോക്കസ് ഓഫ് എ ലെൻസ്. ഓക്കെ, നൗ ലിസൺ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മളുടെ ലെൻസ്, കോൺവെക്സ് ലെൻസ്. അതിൻ്റെ ഒപ്റ്റിക് സെന്റർ നമ്മൾ പറഞ്ഞു, അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ നമ്മൾ പറഞ്ഞു. Now listen, ഇവിടെ നമുക്കൊരു ഫോക്കസ് മാർക്ക് ചെയ്യാം. പ്രിൻസിപ്പൽ ഫോക്കസ് ഇവിടെ ഉണ്ടാവും, ഇവിടെയും ഫോക്കസ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഈ ഡിസ്റ്റൻസിൻ്റെ പകുതി ആയിരിക്കും ഈ ഡിസ്റ്റൻസ് ഉണ്ടാവുക. മറ്റോടത്ത് പറഞ്ഞ മാതിരി തന്നെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഈ സിയിലേക്കുള്ള അകലത്തിൻ്റെ പകുതി ആയിരിക്കും ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള അകലം ഉണ്ടാവുക കേട്ടോ. ഇതന്നെ ഇവിടുത്തെയും കേസ്, ഇവിടെയും ഫോക്കസ് ഉണ്ടാവും, രണ്ട് സ്ഥലത്തും ഫോക്കസ് കാണിക്കാം. ഈ അകലാണ് റേഡിയസ് ഓഫ് കർവേച്ചറായി പറയാം. എനിവേ ഈ ഡിസ്റ്റൻസ് നോക്കുക, അതിൻ്റെ പകുതി ആയിരിക്കും ഈ ഡിസ്റ്റൻസ് ഉണ്ടാവുക, ഈ ഡിസ്റ്റൻസിൻ്റെ പകുതി ആയിരിക്കും ഈ ഡിസ്റ്റൻസ് ഉണ്ടാവുക. ഓൾ ഓഫ് യു ക്ലിയർ? റെഡി? ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ട മക്കളെ എന്താ പറയുക, നിങ്ങൾക്ക് ഇനി പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് ഫോർമേഷൻ, കോൺകേവ് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് ഫോർമേഷൻ, അതിൻ്റെ പ്രത്യേകതകൾ, ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ മക്കളെ ശ്രദ്ധിച്ചിരിക്കും. കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ 6 ഇമേജ് ഫോർമേഷൻസ് ഉണ്ടാവും. നന്നായി ശ്രദ്ധിച്ചിരിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം. സോ ലിസൺ, ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് ഉള്ളത് മക്കളെ ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ഇമേജ് എവിടെ ഉണ്ടാവുക ശ്രദ്ധിക്കണം. ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റ്, അതിൽ നിന്നും നമ്മുടെ ലെൻസിലേക്ക് വരുന്ന ലൈറ്റ് റേസ് എങ്ങനെ ഉണ്ടാവുള്ളൂടാ? പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് നമ്മളുടെ ആരുണ്ടാവുക? ലൈറ്റ് റേസ് ഉണ്ടാവുക. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. സോ നമ്മുടെ ലൈറ്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്നു. അങ്ങനെ ആഫ്റ്റർ റിഫ്രാക്ഷൻ അത് എന്തിലൂടെ കടന്നു പോകുന്നു? ഫോക്കസിലൂടെ എല്ലാ ലൈറ്റ് റേസും കടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? ഇമേജ് കിട്ടിയവിടെ ഫോക്കസിൽ. സോ പ്രത്യേകത പറയും. ഒബ്ജക്റ്റ് കോൺവെക്സ് ലെൻസ് ഒബ്ജക്റ്റ് എവിടെയാണെങ്കിൽ ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജ് ഉണ്ടാവുക അറ്റ് ഫോക്കസ്. പ്രത്യേകതകൾ ഫോക്കസ്ഡാണെന്ന് പറഞ്ഞു. പിന്നെ അതെന്താ? ലൈറ്റ് റേസ് പോയി കൂടിച്ചേർന്നുണ്ടായ ഇമേജാ. സോ അത് റിയൽ ഇമേജാ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. പിന്നെ കൂടാതെ അതിൻ്റെ വലിപ്പം പക്ഷേ എന്താ മക്കളെ? വളരെ ചെറുതാണ്, വെരി സ്മോൾ ഇൻ സൈസ്. 3 പ്രോപ്പർട്ടീസും പഠിച്ചു വെക്കുക. അറ്റ് ഫോക്കസ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, പിന്നെ വെരി സ്മോൾ ഇൻ സൈസ്. 3 പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കുക. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഏത് ലെൻസിൻ്റെ? കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ. നെക്സ്റ്റ് കേസ് വെൻ ഒബ്ജക്റ്റ് ബിയോണ്ട് 2f ഇവിടെ ബിയോണ്ട് 2f ആണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജിൻ്റെ ലൊക്കേഷൻ നമ്മൾ കാണിക്കണം. സോ ലിസൺ, ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ, അത് ഇവിടെ വരുന്ന അത് റിഫ്രാക്ഷൻ നടന്ന് അത് ഫോക്കസ് കൂടെ കടന്നു പോകും. ശരിയല്ലേ? ഇനി അടുത്ത ലൈറ്റ് റേ ഒപ്റ്റിക് സെൻറ്റർ കൂടെ പോവുകയാണെങ്കിൽ ആ ലൈറ്റ് റേ നേരെ അങ്ങോട്ട് കടന്നു പോകും. ഓൾ ഓഫ് യു ക്ലിയർ? സോ ഇങ്ങനെ കടന്നു പോയി. അപ്പോൾ ആ 2 ലൈറ്റ് റേസും മുട്ടുന്ന പോയിന്റ് നോക്കിക്കേ, ഇതല്ലേ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സോ അവിടെ നമുക്കൊരു ഇമേജിനെ കിട്ടുന്നു. ദിസ് ഈസ് ഇമേജ്, ഇതാണ് ഇമേജ്. അപ്പോൾ ഇമേജ് നോക്കടാ, ഒബ്ജക്റ്റ് നോക്കടാ, ഒബ്ജക്റ്റ് ഇതാണ്. ഒബ്ജക്റ്റിനേക്കാൾ ചെറിയ ഇമേജ് അല്ലേ? ആണ്. സോ എന്തൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസ്? പ്രോപ്പർട്ടി നമ്പർ 1, അത് കിട്ടിയ ലൊക്കേഷൻ പറയും. ഇൻ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് എഫ് ആൻഡ് 2f. നമ്മൾ നേരത്തെ സി എന്ന് പറഞ്ഞിരുന്നോ? എഫ് ആൻഡ് സി പറഞ്ഞില്ല, എഫും സിയോ പറഞ്ഞല്ലേ? അപ്പോൾ എഫും സിയും അല്ലെങ്കിൽ എഫും 2f ആ സാധാരണഗതി കാണിക്കുക, എഫും 2f ആ കാണിക്കുക, സി അല്ല സാധാരണ കാണിക്കൽ. ഇനിയിപ്പോൾ നിങ്ങൾ സി കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല.
ഓക്കെ, ഈ 2F പകരം എന്താ കാണിക്കുക? ഒന്നുകിൽ C കാണിക്കുക അല്ലെങ്കിൽ 2F. ഓക്കെ, ലെൻസിൻ്റെ കേസിൽ നമ്മൾ C അല്ല സാധാരണ കാണിക്കാറ്, 2F ആണ് കാണിക്കാറ്. സോ 2F CO കാണിച്ചതിൽ വെച്ച് തെറ്റൊന്നുമില്ല, ഏതൊന്നും കാണിക്കാം കേട്ടോ, CO 2F. ഓക്കെ, now listen. Okay, anyway ഞാൻ 2F ആ കാണിക്കുന്നത്. സോ ഒബ്ജക്റ്റ് 2F അപ്പുറം വെച്ചാൽ ഇമേജ് കിട്ടുക ബിറ്റ്വീൻ F ആൻഡ് 2F ആ കിട്ടുക. പ്രോപ്പർട്ടി നമ്പർ 1 പറഞ്ഞു, ബിറ്റ്വീൻ F ആൻഡ് 2F ആണ് ലൊക്കേഷൻ പറഞ്ഞു. രണ്ടാമത് സൈസ് പറയണം മക്കളെ. സൈസ് ഓക്കെ, സൈസ് ഇത് വലുത് തന്നെയാണ്, ഇത് ചെറുതാ അല്ലേ? സോ സൈസ് എന്താ? സ്മോൾ ഇൻ സൈസ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താ മക്കളെ? ലൈറ്റ് പോയി കൂടി ചെന്നുണ്ടായ ഇമേജ് അല്ലേ? സോ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. 3 പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റ് അറ്റ് 2F. മക്കളെ ഒബ്ജക്റ്റ് 2F വെച്ചാൽ ഇമേജ് എവിടെ കിട്ടും? ഇമേജ് എവിടെ കിട്ടും നോക്കടാ. ഒരു ലൈറ്റ് ഇങ്ങനെ പോയി, പാരലായിട്ട് പോയി. ഓക്കെ, ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസ് ത്രൂ ഫോക്കസ്, അത് ഫോക്കസ് കൂടെ പോകും. രണ്ടാമത്തെ ലൈറ്റ് റേ മക്കളെ പി കൂടെ പോളിൽ കൂടെ വന്നാൽ ഒരു മാറ്റവും ഇല്ലാണ്ട് നേരെ കടന്നു പോകും, ശരിയല്ലേ? നേരെ കടന്നു പോയി. സോ നമുക്ക് കിട്ടി, നമ്മുടെ ഇമേജ് കിട്ടി. എവിടെ ഇമേജ് കിട്ടിയടാ? 2F തന്നെ ഇമേജ് കിട്ടി. ഓക്കെ അല്ലേ? 2F തന്നെ ഇമേജ് കിട്ടി. സോ സൈസ് നോക്കുമ്പോൾ ഇതിൻ്റെ അതേ സൈസാ, കണ്ടോ? സെയിം സൈസാ. സോ പ്രോപ്പർട്ടീസ് മക്കൾ പറ. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി അറ്റ് 2F. രണ്ടാമത്തെ പ്രോപ്പർട്ടി സെയിം സൈസ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ലൈറ്റ് പോയി കൂടി ചെയ്യുന്നുണ്ടായ ഇമേജ് ആയതുകൊണ്ട് എന്താ? അത് റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത കേസ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് 2F. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് 2F. സോ ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത് മക്കളെ, ശരിയല്ലേ? ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചല്ലേ. ഇനി നമ്മൾ ഇമേജ് എവിടെ ഉണ്ടാവും നോക്കണം. സോ ലൈറ്റ് ഇങ്ങനെ പോയി ഇവിടെ എത്തി. ഇവിടുന്ന് എന്ത് ചെയ്യും മക്കളെ? ഇത് ഇവിടുന്ന് എന്ത് ചെയ്യും? ഇവിടുന്ന് അത് ഫോക്കസ് കൂടെ പോവും, ശരിയല്ലടാ? രണ്ടാമത്തെ ലൈറ്റ് റേ ഇങ്ങനെ പോകുന്നു, പോളിൽ കൂടെ പോകുന്നു, പോളിൽ കൂടെ പോയി ഇവിടെ മുട്ടി. സോ ഇവിടെ നമുക്കൊരു ഇമേജ് കിട്ടുന്നു. ദിസ് ദ ഇമേജ്. സോ ഒബ്ജക്റ്റ് F-ൻ്റെയും 2F-ൻ്റെയും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെ കിട്ടിയ? ബിയോണ്ട് 2F ആണ്. സൈസ് വലിയ സൈസാണ് അല്ലേ ഒബ്ജക്റ്റിനേക്കാളും. സോ പ്രോപ്പർട്ടി നമ്പർ 1 ഇമേജ് എവിടെ കിട്ടി? ഒബ്റ്റെയിൻ ബിയോണ്ട് 2F. സെക്കൻഡ് പ്രോപ്പർട്ടി ഇത് റിയൽ ആണ്, ഇൻവേർട്ടർ ആണ്. തേർഡ് പ്രോപ്പർട്ടി ഇത് മാഗ്നിഫൈഡ് ഇമേജ് അല്ലെങ്കിൽ എൻലാർജ്ഡ് ഇമേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കേസ് മക്കളെ ഏതാണ്? ഒബ്ജക്റ്റ് അറ്റ് F ആണ്. നമ്മൾ ഒബ്ജക്റ്റിനെ F-ൽ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കടാ, ഒബ്ജക്റ്റിനെ F-ൽ വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വന്നിട്ട് ഇവിടെ തട്ടിയിട്ട് ഫോക്കസ് കൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. അടുത്ത ലൈറ്റ് ഞാൻ പോളിൽ കൂടെ വിട്ടാൽ ഒന്നും സംഭവിക്കുക, നേരെ ഇങ്ങനെ പോവുകയാണ് ചെയ്യുക, ശരിയല്ലേ? ഓക്കെ, 1 സെക്കൻഡ്. ഇതാ കറക്റ്റ് ഫോക്കസിൽ ഞാൻ ഒബ്ജക്റ്റിനെ കാണിക്കുന്നു. സോ നെക്സ്റ്റ് ലൈറ്റ് റേ പാരലായി പോയി ഇവിടെ തട്ടി, ഇവിടുന്ന് എന്ത് ചെയ്യും? ഫോക്കസ് കൂടെ കടന്നു പോയി. നെക്സ്റ്റ് ഇവിടുന്ന് പോളിലൂടെ ലൈറ്റ് പോവാണ്. സോ ഈ ലൈറ്റ് റേസ് നിങ്ങൾ കറക്റ്റായി വരച്ചാൽ കറക്റ്റ് എന്തായിരിക്കും? രണ്ടും പാരലായിട്ട് പോകും. അങ്ങനെ പറഞ്ഞാൽ ഇവർ എവിടെ പോയിട്ട് മുട്ടുന്നു? ടു ഇൻഫിനിറ്റി. എവിടെ പോയി മുട്ടുക? ഇൻഫിനിറ്റി പോയിട്ടാണ് മുട്ടുക. അങ്ങനെ പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഇമേജ് കിട്ടുക എവിടെയാണ് മക്കളെ കിട്ടുക? അറ്റ് ഇൻഫിനിറ്റിയിലാണ് കിട്ടുക. ഫസ്റ്റ് പ്രോപ്പർട്ടി ആയി. രണ്ടാമത്തെ പ്രോപ്പർട്ടി അതിൻ്റെ സൈസ് വളരെ വലിയ സൈസാണ്, ഹൈലി മാഗ്നിഫൈഡ്. കാരണം ഇത് ഒരുപാട് താഴെ പോയല്ലേ മുട്ടുക, അപ്പോൾ ഒരുപാട് സൈസ് ഉണ്ടാവും. അപ്പം ഹൈലി മാഗ്നിഫൈഡ് അല്ലെങ്കിൽ ഹൈലി എൻലാർജ്ഡ് ഇമേജാണ് കിട്ടുക. തേർഡ് പ്രോപ്പർട്ടി ലൈറ്റ് പോയി കൂട്ടി മുട്ടി ഉണ്ടാവണമല്ലേ. സോ എന്താ? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഫോക്കസ് വെക്കുമ്പോൾ. And the last one in this case, convex lens in the case, the last one ആണ് when the object is in between F and P. F-ൻ്റെയും P-ൻ്റെയും ഇടയിലാണ് ഒബ്ജക്റ്റ് ഉള്ളത് എങ്കിൽ ഇമേജ് എവിടെ കിട്ടും മക്കളെ ശ്രദ്ധിക്കുക? ഇമേജ് കിട്ടുക ഒരു ലൈറ്റ് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, അവിടെ നിന്നു. സോ ഇവിടുന്ന് എയിൽ പോടാ ഫോക്കസ് കൂടെ കടന്നു പോകും. നെക്സ്റ്റ് ഒരു ലൈറ്റ് റേ പോൾ കൂടെ കടന്നു പോയി, ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ലൈറ്റ് റേസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല, അവർ ഡൈവേർജ് ചെയ്യാണ്. അപ്പോൾ ഇനിയുള്ള ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്കോട്ട് നീട്ടി വരയ്ക്കുക എന്നുള്ളതാണ്. സോ ഇതൊന്ന് ഞാൻ ബാക്കോട്ട് നീട്ടി വരയ്ക്കുകയാണ്. ലിസൺ, ഇത് ഞാൻ ബാക്കോട്ടേക്ക് നീട്ടി വരച്ചു, ഇവിടുന്ന് ഞാൻ ബാക്കോട്ടേക്ക് നീട്ടി വരച്ചു. ഓക്കെ, അതുപോലെ ഇവിടുന്ന് ഞാൻ ബാക്കോട്ടേക്ക് ഒന്ന് നീട്ടി വരച്ചു. അപ്പോൾ ഇവിടെ മുട്ടി. ഓക്കെ, മുട്ടുന്ന പോയിന്റ് ഇതാണ്, ഇവിടെ മുട്ടി. സോ ഇവിടെ ഞാൻ ആരെ കാണിക്കുന്നു? ഇമേജിനെ കാണിക്കുന്നു. അപ്പോൾ എന്തെല്ലാമാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ആയിട്ട് പറയുക? ഒന്നാമത്തെ പ്രോപ്പർട്ടി മക്കളെ എവിടെ കിട്ടിയെന്ന് നിങ്ങൾ പറയേണ്ടേ അറിയോ? അറ്റ് ദ സെയിം സൈഡ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ അതേ സൈഡിൽ ആരെ കിട്ടി? ഇമേജിനെ കിട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയേണ്ടത് എന്താ? മാഗ്നിഫൈഡ് ഇമേജ് അല്ലെങ്കിൽ എൻലാർജ്ഡ് ഇമേജാണ് കിട്ടി. മൂന്നാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾ പറയേണ്ടത് എന്താ? യഥാർത്ഥത്തിൽ ലൈറ്റ് വന്ന് കൂടിച്ചേർന്നുണ്ടായതല്ല, നമ്മൾ തോന്നുകയാണ്. ഈ ലൈറ്റ് ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ലൈറ്റ് എവിടുന്ന് വരുന്ന മാതിരി നമുക്ക് തോന്നുക, ഇവിടുന്ന് വരുന്ന മാതിരി നമുക്ക് തോന്നുക.
ഈ ലൈറ്റ് ഇവിടുന്ന് വരുന്ന മാതിരി നമുക്ക് തോന്നുക. അപ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? നമുക്ക് ഇവിടുന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഈ വലുപ്പത്തിലല്ല കാണുക, ഈ വലുപ്പത്തിൽ നമ്മൾ കാണുക. ദാറ്റ് മീൻസ് ഇതാണ് നമ്മൾ കാണുന്ന ഇമേജ്. യു ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇത് വലിയ ഇമേജ് പോലെ നമുക്ക് തോന്നുകയാണ്, ലെൻസിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ സ്ക്രീൻ വെച്ചാൽ സ്ക്രീനിൽ കിട്ടില്ല. അതുകൊണ്ട് ഇത് എന്ത് ഇമേജ് അല്ല, റിയൽ ഇമേജ് അല്ല, അതെന്ത് ഇമേജാണ്? ഈ വിർച്വൽ ഇമേജാണ്. ഓക്കെ, സോ നമ്മൾ അതും കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വൺ ഈസ് ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ്, കോൺകേവ് ലെൻസിൽ രണ്ട് കേസേ ഉള്ളൂ. ഒന്നാമത്തെ കേസ് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജ് എവിടെ? അതാണ് ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണ്, സോ ഇമേജ് നമുക്ക് നോക്കാം. ഇൻഫിനിറ്റി ഉള്ള ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണ് വരിക. സോ ലൈറ്റ് ചെയ്താൽ പാരലായി വന്നു, അടുത്ത ലൈറ്റ് ചെയ്താൽ പാരലായി വന്നു. ഓക്കെ, പാരലായി വന്നു, ഇങ്ങനെ വന്നു. ഇനി ലൈറ്റ് റേസിന് എന്ത് സംഭവിക്കട്ടെ? റിഫ്രാക്ഷൻ നടന്ന് അവർ ഡൈവേർജ് ചെയ്യും. അവർ ഡൈവേർജ് ചെയ്യുമ്പോൾ അവർ ഏത് രീതിയിലാണ് പോവുക? നിങ്ങൾക്ക് ഫോക്കസ് എന്ന് വരുന്ന മാതിരി അവർ ഡൈവേർജ് ചെയ്ത് പോവുക. എങ്ങനെ? ഫോക്കസ് എന്ന് വരുന്ന മാതിരി. ഇയാളും അങ്ങനെ തന്നെ പോവുക, ഫോക്കസ് എന്ന് വരുന്ന മാതിരിയാണ് ഡൈവേർജ് ചെയ്ത് പോവുക. നേരത്തെ നമ്മൾ കണ്ടിരുന്നു. നൗ ലിസൺ ദാ ഈ ലൈറ്റ് ഇങ്ങനെ പോവും, ഡൈവേർജ് ചെയ്ത് ഇങ്ങോട്ട് പോവും. ഈ ലൈറ്റ് ഇവിടുന്ന് ഡൈവേർജ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ടും പോവും. അപ്പോൾ ഇവർ രണ്ടും ഒരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ രണ്ട് ലൈറ്റ് റേസും ഇങ്ങനെ വന്ന് ഇവർ രണ്ടുപേരും ഫോക്കസിലാണ് മുട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ഇമേജ് എവിടെ കിട്ടുക? ഫോക്കസിൽ നമുക്ക് എന്ത് കിട്ടുകയാണ്? ഒരു ഇമേജ് കിട്ടുക. എന്ത് സൈസ്? വളരെ ചെറിയ സൈസാലേ. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് പറയാം. ഫസ്റ്റ് വൺ ഈസ് നമുക്ക് എവിടെ ഇമേജ് കിട്ടി? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജ് ഉണ്ടാവുക ഫോക്കസിലാണ്, അറ്റ് ഫോക്കസ്. രണ്ടാമത്തെ സൈസ് എന്താ മക്കളെ? വെരി സ്മോൾ ഇൻ സൈസ്. മൂന്നാമത്തെ അത് എന്ത് ഇമേജാണ്? റിയൽ ആണോ ഇൻവേർട്ടർ ആണോ? സോറി, റിയൽ ആണോ വിർച്വൽ ആണോ? മക്കളെ ഇത് വിർച്വൽ ഇമേജാണ്. കാരണം ലൈറ്റ് പോയി കൂടി ചേർന്നുണ്ടായതല്ല. ഓക്കെ, ഒരു ലൈറ്റ് ഇതാക്കി ഈ രണ്ട് ലൈറ്റ് റേസും എന്താണ് അവിടുന്ന് വരുന്ന മാതിരി നമുക്ക് തോന്നിയിട്ടുണ്ടായ ഇമേജാണ്. ദാറ്റ് മീൻസ് തോന്നൽ ഇമേജാണ്. ദാറ്റ് മീൻസ് അത് വിർച്വൽ ഇമേജാണ്, വിർച്വൽ ആൻഡ് ഇറക്റ്റാണ്. സോ മൂന്ന് പ്രോപ്പർട്ടീസ്: അറ്റ് ഫോക്കസ്, സ്മോൾ ഇൻ സൈസ്, വിർച്വൽ ആൻഡ് ഇറക്റ്റ്. മൂന്ന് പ്രോപ്പർട്ടീസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് അടുത്ത കേസ്, ലാസ്റ്റ് കേസാണ് കോൺകേവ് ലെൻസിന്റെ കേസിൽ രണ്ട് ഇമേജ് ഫോർമേഷനേ ഉള്ളൂ. കോൺവെക്സ് മിററിന്റെ കേസിലും രണ്ട് ഇമേജ് ഫോർമേഷനേ ഉള്ളൂ. കോൺവെക്സ് മിററിന്റെ കേസിലുള്ള അതേ ഇമേജിന്റെ പ്രോപ്പർട്ടീസ്, ഏകദേശം അതേ പ്രോപ്പർട്ടി തന്നെയാണ് കോൺകേവ് ലെൻസിന് വരിക. കോൺവെക്സ് ലെൻസിന്റെ കേസിലുള്ള ഇമേജ് ഫോർമേഷൻസ് തന്നെയാണ് കോൺകേവ് മിററിന്റെ കേസിലും വരിക. മക്കളെ കമ്പയർ പഠിക്കാൻ വളരെ സുഖമാണ്. രണ്ടാമത്തെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ മക്കളെ എവിടെയെങ്കിലും വെക്കുക, എവിടെ വെച്ചാലും പിന്നെ സെയിമാ കിട്ടുക. ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ചു, ഇവിടെ വെച്ചാലും ഒക്കെ എന്താ കിട്ടുക? സെയിം ടൈപ്പ് കിട്ടുക, ഫോക്കസിലല്ല കേട്ടോ. സോ ലിസ്റ്റ് നമുക്ക് നോക്കാം, ഓരോ കേസും നമുക്ക് നോക്കാം. സോ ഞാൻ ഇവിടെ വെച്ചു, ഈ ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചു. ഇവിടെ ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോർമേഷൻ ഇതാ ഒന്ന് ഇങ്ങനെ പോയി, ലൈറ്റ് ഇങ്ങനെ പോയിട്ട് ഒന്ന് ഡൈവേർജ് ചെയ്യും. ഒരു ലൈറ്റ് ഇതാ ഇങ്ങനെ പോകുന്നു, പോളിൽ കൂടെ പോകുമ്പോൾ നേരെ പോകും. ഓക്കെ, സോ ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ ഇതാ ഫോക്കസ് എന്ന് വരുന്ന മാതിരിയാണ് പോകേണ്ടി കേട്ടോ. ലൈക്ക് ദിസ് ലൈറ്റ് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോകുന്നു. അത് എവിടെ നിന്ന് വരുന്ന മാതിരി നമ്മൾ തോന്നണം? ഫോക്കസ് നിന്ന് വരുന്ന മാതിരി. ഓക്കെ, നൗ ലിസൺ. ഇവിടെ ഇത് രണ്ടും ഒരിക്കലും കൂട്ടിമുട്ടില്ല. സോ അവർ ബാക്കോട്ടേക്ക് നീളുമ്പോൾ ബാക്കോട്ടേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ഇവിടെ വെച്ച് അവർ മീറ്റിങ്ങുകളിൽ അല്ലേ. സോ ഇവിടെ നമുക്ക് ഒരു ഇമേജ് കിട്ടും. ലൈക്ക് ദിസ് ഒരു ഇമേജ് കിട്ടി. ഓക്കെ, സോ ഇമേജിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രത്യേകത, ഇമേജ് എവിടെ കിട്ടിയത്? ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആ കിട്ടിയത്. രണ്ടാമത്തെ പ്രത്യേകത അതിൻ്റെ സൈസ് എന്താ? വളരെ ചെറുതാണ്, സ്മോൾ ഇൻ സൈസാണ്. മൂന്നാമത്തെ പ്രത്യേകത അത് വിർച്വലാണ്, ഇറക്റ്റാണ്. കാരണം ഈ ലൈറ്റ് നോക്കിക്കേ, ഇത് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല, നമ്മൾ തോന്നിയതാ ഈ ലൈറ്റ് ഡോട്ട് ലൈൻസ് വരച്ചല്ലേ. അതുകൊണ്ട് അത് എന്ത് ഇമേജ് അല്ല, റിയൽ ഇമേജ് അല്ല, അതെന്താ? വിർച്വൽ ഇമേജാണ്. സോ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് നമുക്കിവിടെ കിട്ടുക. യു ഗോട്ട് ഇറ്റ്. സോ മൂന്ന് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇതോടുകൂടി നമ്മൾ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇതൊരു ടേബിളാണ്. ഈ ടേബിളിൽ ഓരോ ഡീറ്റെയിൽസും കോൺവെക്സ് ലെൻസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ വെക്കുന്ന ഓരോ സ്ഥാനങ്ങളും അവിടെ കിട്ടുന്ന ഇമേജിൻ്റെ അവസ്ഥകളും നേരത്തെ പറഞ്ഞതാണ്, അവിടേക്ക് ഫില്ല് ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ഇത് ഞാൻ ഫില്ല് ചെയ്യാൻ നിൽക്കുന്നില്ല, അടുത്ത ഇതിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിഗേഴ്സ്, മക്കളെ നന്നായി ശ്രദ്ധിക്കണേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിഗർ റെപ്രസെൻറ്റ് ദ ക്രിറ്റിക്കൽ ആംഗിൾ? ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ക്രിറ്റിക്കൽ ആംഗിൾ ആവലെപ്പോഴാ? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്ക് ലൈറ്റ് പോകണം. ആ സമയത്താണ് ക്രിറ്റിക്കൽ ആംഗിൾ ഉണ്ടാവല്.
അതും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആവണം. ഇവിടെ ആംഗിൾ ലൈറ്റ് താഴെ വരുന്നു, ലൈറ്റ് ഇങ്ങനെ പോകുന്നു അല്ലേ. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താണ്? അത് 90 അല്ല, സോ ഇതല്ല. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നോക്കുമ്പോൾ ലൈറ്റ് ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു, സോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണ്. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ചോദിച്ചത് എന്താണ്? ഏത് ഫിഗർ ആണ് ക്രിറ്റിക്കൽ ആംഗിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ ഫിഗർ ക്രിറ്റിക്കൽ ആംഗിൾ എത്രയാണ് ഇവിടെ? 52 ഡിഗ്രി. എത്രയാണ്? 52 ഡിഗ്രിയാണ് ഇവിടുത്തെ ക്രിറ്റിക്കൽ ആംഗിൾ. ഓക്കെ, ഇതും അല്ല, കാരണം ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നു കഴിഞ്ഞു. ഓക്കെ, ക്രിറ്റിക്കൽ ആംഗിൾ 52 ആണ്. 52ന്റെ മുകളിലേക്ക് ആംഗിൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്താ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനാ. യു ഗോട്ട് ദ കൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ആൻസർ ബി കേട്ടോ. നെക്സ്റ്റ്, എ റേ ഓഫ് ലൈറ്റ് ഫോളിംഗ് ഒബ്ലിക്വലി ഫ്രം എയർ ടു എ ഗ്ലാസ് സ്ലാബ് ഷോൺ ഇൻ ഫിഗർ ലൈക്ക് ദിസ്. ലൈറ്റ് ഇതാ ഇങ്ങനെ വരുന്നു, തട്ടുന്നു, ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇനി ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങൾ വേഗം 13 എഴുതി വെക്കരുത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നോർമലും ഈ ഇൻസിഡൻറ്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതായത് ഇതാണ് ആംഗിൾ. ഇത് മൊത്തം 90 അല്ലേ വരിക? ഇത് രണ്ടും കൂടി 90 വരിക. നോർമലും ഈ പ്ലെയിനും 90. അതിൽ ഇത് 30 ആണെങ്കിൽ ഈ ആംഗിൾ 60 ഉണ്ടാവും. യു ഗോട്ട് ഇറ്റ്? സോ 60 ഡിഗ്രി. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 60 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ്. Why the angle of refraction is less than that of the angle of incidence in this case? എന്തുകൊണ്ടാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും ചെറുതായത്? ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ചെറുതും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വലുതുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെറുതായത്? കാരണം ലൈറ്റ് ട്രാവൽസ് ഫ്രം റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. ദെൻ ആഫ്റ്റർ ലൈറ്റ് റയർ മീഡിയത്തിൽ നിന്ന് ഡെൻസറിലേക്കാണ് വരുന്നത്. ഫ്രം എയർ ടു ഗ്ലാസ് ആണ്. So light travels from rare medium to denser medium. Then after refraction, light will bend towards the normal. Due to that, here bending occurs towards the normal. Due to that, angle of refraction decreases. Okay, parno. See question. How can you calculate the refractive index of the material of this slab? Calculation not required. Okay. എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ള കാര്യം ചോദിച്ചാൽ അത് പിന്നെന്താ പറയുക? ഇത് കാൽക്കുലേഷൻ വേണ്ട. ഇവിടെ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യണം. ഓക്കെ, സ്നെൽസ് ലോ അപ്ലൈ ചെയ്യണം. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഞാൻ ഫോക്കസ് ഏരിയ ഇല്ലാത്ത കാര്യമാണ്. ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പറയാം. സ്നെൽസ് ലോ എന്ന് പറഞ്ഞാൽ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം, അതായത് രണ്ടാമത്തെ ആൾ എൻ ഗ്ലാസ് ഡിവൈഡഡ് ബൈ എൻ എയർ എന്നാണ് വരിക. ദാറ്റ് ഈസ് ഇവിടുന്ന് സൈൻ ഐ എന്ന് പറയുമ്പോൾ സൈൻ 60 ഉണ്ടാവും. സൈൻ 60 ഡിവൈഡഡ് ബൈ സൈൻ ആർ എന്ന് പറഞ്ഞാൽ സൈൻ 33 ഉണ്ടാവും. ഇസ് ഈക്വൽ ടു എൻ എയർ. എയറിൻ്റെ അബ്സോല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അതുകൊണ്ട് ഇത് എൻ ജി എന്ന് വരും. ഓക്കെ അല്ലേ? സോ എൻ ജി ഇസ് ഈക്വൽ ടു സൈൻ 60 ബൈ സൈൻ 30 ആണ് വരിക. അത് നിങ്ങൾ ആൻസർ എഴുതി വെക്കണ്ട, കാരണം സൈൻ 60 വാല്യൂ നമുക്ക് അറിയാം, പക്ഷേ സൈൻ 33 നമുക്ക് അറിയില്ല. അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. മീൻസ് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതെന്ത് ചെയ്യുക? ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. സോ എൻ ജി ഇസ് ഈക്വൽ ടു സൈൻ 60 ബൈ സൈൻ 33. ഓക്കെ, ഞാനിത് തിയറി പാർട്ടിൽ ഇവിടെ പറഞ്ഞില്ല. ഓക്കെ, ഇത് ഫോക്കസ് ഏരിയ ഇല്ലാത്തതായതുകൊണ്ട് സ്നെൽസ് ലോ ഫോക്കസ് ഏരിയ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അവിടെ ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതിലിത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വർഷം നമുക്ക് ഫോക്കസ് ഏരിയ ആണല്ലോ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ എന്ത് ചെയ്യാം? മറക്കാം. പഠിച്ചാൽ നന്നാവട്ടെ മക്കളെ, പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ് ഓഫ് എ ലെൻസ്. ഇതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്ത കാര്യമാണ്. ഒപ്റ്റിക് സെൻറ്റർ ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് ലെൻസ്, ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് തിയറി ക്ലാസ്സിൽ. അതുകൊണ്ട് എപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. നേച്ചർ ഓഫ് സം ഇമേജസ് ആർ ഗിവൺ ബിലോ. കുറച്ച് ഇമേജുകളുടെ നേച്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ റിയൽ ആൻഡ് വിർച്വൽ ഇമേജസ് ആൻഡ് ദെൻ റൈറ്റ് ഇൻ സെപ്പറേറ്റ് കോളം. ഓക്കെ, അപ്പോൾ ഇതിൽ റിയൽ ഇമേജ് ഏതാണ്, വിർച്വൽ ഇമേജ് ഏതാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് രണ്ട് സെപ്പറേറ്റ് കോളത്തിൽ അത് കാണിക്കണം. സോ ഇത് RI റിയൽ ഇമേജ്, അടുത്ത് VI വിർച്വൽ ഇമേജ്. ഒന്നാമത്തെ A ഇൻവേർട്ടഡ് ഇമേജ്. ഇൻവേർട്ടഡ് ആകുമ്പോൾ എപ്പോഴും റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. സോ അത് റിയൽ ഇമേജിലാണ് വരിക. ഫസ്റ്റ് വൺ A. അടുത്ത് ഡു നോട്ട് ഒബ്റ്റെയിൻ ഓൺ എ സ്ക്രീൻ. സ്ക്രീനിൽ കിട്ടൂല. സ്ക്രീനിൽ കിട്ടാത്ത ഇമേജ് അല്ല മക്കളെ വിർച്വൽ ഇമേജ്. സോ ഇതിൽ B. ഒബ്റ്റെയിൻഡ് ഓൺ എ സ്ക്രീൻ, സ്ക്രീനിൽ കിട്ടുന്ന ഇമേജ് അത് റിയൽ ഇമേജ്. സോ ഇവിടെ C.
അടുത്തത് if the lights rays really intersect to each other. ലൈറ്റ് റേകൾ രണ്ട് ലൈറ്റ് റേകൾ ശരിക്കും പോയി കൂട്ടിമുട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇമേജാണ് കിട്ടുക? റിയൽ ഇമേജാണ് കിട്ടുക. സോ റിയൽ ഇമേജ് ഡി എന്താ? റിയൽ ഇമേജ്. ഓക്കെ, നെക്സ്റ്റ് ഇറക്റ്റ് ഇമേജ്. വിർച്വൽ ആൻഡ് ഇറക്റ്റ് എപ്പോഴും വരില്ല. സോ ഇറക്റ്റ് ഇമേജ് എവിടെയാണ് മക്കളെ ഉണ്ടാവില്ല? വിർച്വൽ ആകുമ്പോഴാണ് ഉണ്ടാവില്ല. സോ ദിസ് ഈസ് ഇ. നെക്സ്റ്റ് വൺ ഈസ് ദ ഇമേജ് ഡിസ്റ്റൻസ് കനോട്ട് ഡയറക്ട്ലി മെഷേർഡ്. ഇമേജ് ഡിസ്റ്റൻസ് ഡയറക്ട്ലി മെഷർ ചെയ്യണമെങ്കിൽ ആ ഇമേജ് നമുക്കൊരു സ്ക്രീനിൽ കിട്ടണം. സ്ക്രീനിൽ കിട്ടിയാൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലെൻസിൽ നിന്ന് അല്ലെങ്കിൽ മിററിൽ നിന്ന്, ലെൻസിൽ നിന്നാണെങ്കിൽ ലെൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇമേജിലേക്കുള്ള അകലം സ്കെയിൽ വെച്ച് അളക്കാം. പക്ഷേ വിർച്വൽ ഇമേജ് ആകുമ്പോൾ ആ ഇമേജ് എവിടെ കിട്ടിയതെന്നുള്ള കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് അളക്കാൻ പറ്റില്ല. കാൽക്കുലേഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. All of you clear? So image distance cannot directly measured. Image distance ശരിക്കും ഡയറക്റ്റായി മെഷർ ചെയ്യാൻ പറ്റാത്ത ഇതിനാണ് മക്കളെ വിർച്വൽ ഇമേജിനാണ്. സോ ഇതാണ് വിർച്വൽ ഇമേജിനാണ് വരിക. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ്, എ ബേണിംഗ് കാൻഡിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ്. മക്കൾ ശ്രദ്ധിക്കട്ടോ, എ ബേണിംഗ് കാൻഡിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരി ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ് ടു ഒബ്റ്റെയിൻ ആൻ ഇമേജ് ഓൺ ദ സ്ക്രീൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലെൻസിൻ്റെ മുൻപിൽ ഒരു ബേൺ ചെയ്യുന്നൊരു കാൻഡിൽ വെച്ചു. എന്തിനാ? സ്ക്രീനിലേക്ക് ഒരു ഇമേജ് കിട്ടാൻ വേണ്ടി. ലെൻസ് ഏതാ മക്കളെ? കോൺവെക്സ് ലെൻസ് ആണ്. ഫൈൻഡ് ഔട്ട് ദ പൊസിഷൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ ഈച്ച് ഓഫ് ദി കണ്ടീഷൻസ് ഗിവൺ ബിലോ. താഴെ കൊടുത്ത കണ്ടീഷൻസിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നിങ്ങൾ കാണണം. ഓക്കെ, സോ ഫസ്റ്റ് വി ഗെറ്റ് ദ സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇമേജ് സൈസും ഒബ്ജക്റ്റ് സൈസും സെയിം ആകുമ്പോൾ ഒബ്ജക്റ്റ് എവിടെ ഉണ്ടാവേണ്ടത് മക്കളെ? പറ, എവിടെയാണ്? 2F. എവിടെയാണ്? 2F. ഓർമ്മയുണ്ടോ? കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഒബ്ജക്റ്റ് നമ്മൾ 2F വെച്ചപ്പോൾ, കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ ഒബ്ജക്റ്റ് 2F വെച്ചപ്പോൾ ഇമേജ് 2F തന്നെ കിട്ടി. ഓക്കെ, സോ ഒബ്ജക്റ്റിലേക്കുള്ള അകലവും ഇമേജിലേക്കുള്ള അകലവും എന്താ? തുല്യമാണ്. ഓക്കെ, ഈ കേസിൽ അല്ലേ? സോ ലിസൺ, നെക്സ്റ്റ് നോക്കാം. So we get the size of the image is equal to size of object. 2F വെക്കുമ്പോൾ സെയിം സ്ഥലത്താണ് കിട്ടുക, 2F തന്നെ കിട്ടും, സെയിം സൈസും ആയിരിക്കും. സോ എവിടെ വെച്ചാൽ നമ്മൾ 2F വെച്ചത് അല്ലേ? പറഞ്ഞു. എ പറഞ്ഞു. ബി, the size of image is smaller than that of the object. ഒബ്ജക്റ്റിനേക്കാളും ചെറിയ ഇമേജ് കിട്ടില്ല എപ്പോഴാണ്? കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ. ഓക്കെ, കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ നമ്മൾ എവിടെ വെക്കുമ്പോൾ ഇൻഫിനിറ്റി വെക്കുന്ന സമയത്ത് ഫോക്കസ് കിട്ടി, ചെറിയ ഇമേജാണ് കിട്ടി. പിന്നെ ബിയോണ്ട് 2F വെച്ചപ്പോൾ ഇമേജ് കിട്ടി എവിടെ? ബിറ്റ്വീൻ F ആൻഡ് 2F കിട്ടി, സ്മോൾ ഇൻ സൈസാണ്. സോ എവിടെ വെക്കുക മക്കളെ? ബിയോണ്ട് 2F. എവിടെയാണ്? ബിയോണ്ട് 2F. ബിയോണ്ട് 2F ആണെങ്കിൽ ഇമേജ് സൈസ് ഓഫ് ഇമേജ് ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. സ്മോൾ ഇൻ സൈസ് ഇമേജ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ്, we get large real image than the object. വലിയ ഇമേജ്, റിയൽ ഇമേജ് എവിടെ മക്കളെ? നമ്മൾ എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ വെക്കുന്ന സമയത്ത് ഇമേജ് കിട്ടിയത് ബിയോണ്ട് 2F ആണ്, വലിയ ഇമേജ് ആണ്. എവിടെ? എഫിൻ്റെയും 2Fൻ്റെയും ഇടയിൽ വെക്കുമ്പോൾ ഇമേജ് കിട്ടിയത് ബിയോണ്ട് 2F ആണ്, എൻലാർജ്ഡ് ഇമേജ്. സോ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ബിറ്റ്വീൻ F ആൻഡ് 2F. F ആൻഡ് 2F. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, terms related to lens are given below. Complete the questions using these terms. Pole, focal length, center of curvature, principal axis ഇത് വെച്ച് എന്ത് ചെയ്യുക? താഴെയുള്ളതിൻ്റെ ബ്ലാങ്ക് ആയ ഭാഗം പൂരിപ്പിക്കാം. The midpoint of lens is called pole. ഒപ്റ്റിക് സെൻറ്റർ എന്നാണ് പറയാം. ഇവിടെ പോളാണ് കൊടുത്തതുകൊണ്ട് പോള് കൊടുത്താൽ മതി. ഓക്കെ, പോളല്ല, ഒപ്റ്റിക് സെൻറ്റർ ആണ് വേണ്ടത്. ഇവിടെ പോളേ ഉള്ളൂ, ഒപ്റ്റിക് സെൻറ്റർ ഇല്ല. അതുകൊണ്ട് കറക്റ്റ് പോളാണ് കൊടുക്കുക. നെക്സ്റ്റ്, അപ്പോൾ ഇത് ഒന്നാമത്തെ എ ആണ് പോള്. അടുത്ത ബി എന്താ മക്കളെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ടു ഫോക്കസ്. പോളൊന്ന് ഇത് ഒപ്റ്റിക് സെൻറ്റർ ടു ഫോക്കസ് ആക്കാൻ ഉദ്ദേശിച്ച് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഫോക്കസ്, അല്ലെങ്കിൽ പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള അകലല്ല മക്കളെ, ഫോക്കൽ ലെങ്ത്. ഇതാണ് ബി. ഓക്കെ, the center of imaginary sphere of 2 sides of the lens is called. ലെൻസിന് 2 സൈഡ്സിൻ്റെയും ആ സൈഡ്സ് ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് ചെയ്യുന്ന സ്ഫിയറിൻ്റെ സെൻറ്റർ ആണ് മക്കളെ എന്ത്? സെൻറ്റർ ഓഫ് കർവേച്ചർ സി. പിന്നെ ഡി എന്തായിരിക്കും? പ്രിൻസിപ്പൽ ആക്സിസ് ആയിരിക്കും. ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദി ലെൻസ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ആക്സിസ് ഡി. സോ ഓർഡറിലല്ലേ? ABCD ഓർഡറിലാണ് വന്ന്. ഓക്കെ, നേരെ കൊടുത്താൽ മതി. ഫൈൻ.
നെക്സ്റ്റ് ഫിഗർ ഷോസ് എ റേ ഓഫ് ലൈറ്റ് ഒബ്ലിക്വലി ട്രാവൽസ് ഫ്രം എയർ ടു ഗ്ലാസ്. എയർന്ന് ഗ്ലാസ്സിലേക്ക് വരുന്ന ഒരു ഫിഗർ, 4 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ. ഇതിലേതാ ശരി എന്നുള്ളത്? ഇത് തെറ്റാ, നോക്കണ്ട. റിഫ്രാക്ഷൻ നടന്നില്ല, ബെൻഡിങ് നടന്നില്ല. ഇത് ബെൻഡിങ് ഉണ്ട്, ഇത് ബെൻഡിങ് ഉണ്ട്. ഇവിടെ ബെൻഡിങ് നോക്കിയാൽ ശരിക്കും ബെൻഡിങ് വേണ്ടത് മീഡിയം സെപ്പറേറ്റ് ചെയ്യുന്ന അവിടെ വെച്ച ബൗണ്ടറി വെച്ചാൽ ഈ ബെൻഡിങ് നടക്കണ്ടേ. ഇത് എവിടോ വെച്ചാൽ നടന്നത് അല്ലേ? അപ്പോൾ ഇത് തെറ്റാ. ഇതുണ്ടോ നോക്കിയാൽ മതി. എയർ ടു ഗ്ലാസ് എന്ന് പറയുമ്പോൾ റയറർ ടു ഡെൻസറാ, റയറർ ടു ഡെൻസറാ, റയറർ ടു ഡെൻസറാ, റയറർ ടു ഡെൻസറാ. റയർ ടു ഡെൻസറിലേക്ക് ലൈറ്റ് കിടക്കുമ്പോൾ ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് ഷുഡ് ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ. സോ ലൈറ്റ് നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യണം. സോ ഇങ്ങനെ ബെൻഡിങ് നടക്കണം. ഓക്കെ, സോ ഇത് കറക്റ്റാ. ഓക്കെ, ഇത് തെറ്റാ. ഇത് ലൈറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. സോ അത് തെറ്റാ. ഓക്കെ ഫൈൻ. സോ ആൻസർ ഈസ് തേർഡ് വൺ. അതാണ് കറക്റ്റ്. നെക്സ്റ്റ്, എ റേ ഓഫ് ലൈറ്റ് ട്രാവൽസ് ഫ്രം എയർ ടു ഗ്ലാസ്. എയർന്ന് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു. ഗ്ലാസ് സ്ലാബ് ഈസ് ഡെപ്പിക്റ്റഡ് ബിലോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്തതാണ് കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ ഇൻസിഡൻറ്റ് റേ. പി ക്യു, പി ക്യു, പി ക്യു ആണ്, ഇത് പി ആണ്, ഇത് ക്യു ആണ്, ഇത് ആർ ആണ്. സോ പി ക്യു ആണ് എന്ത് നമ്മുടെ ഇൻസിഡൻറ്റ് റേ, പി ക്യു ആണ്. ഫൈൻഡ് ഔട്ട് റിഫ്രാക്റ്റഡ് റേ, ക്യു ആർ ആണ്. വിച്ച് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? 30 ഡിഗ്രി, 30 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ്. വിച്ച് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? ദാറ്റ് ഈസ് 19 ഡിഗ്രിയാണ്. വാട്ട് ഹാപ്പൻസ് വെൻ എ റേ ഓഫ് ലൈറ്റ് ഒബ്ലിക്വലി ട്രാവൽ ഫ്രം എയർ ടു ഗ്ലാസ്? എയർന്ന് ഗ്ലാസ്സിലേക്ക് ഒബ്ലിക്വലി ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ് വെൻ എ റേ ഓഫ് ലൈറ്റ് ഒബ്ലിക്വലി ട്രാവൽ ഫ്രം എയർ ടു ഗ്ലാസ് സ്ലാബ്? എന്ത് സംഭവിക്കും? ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് വിൽ ബെൻഡ് ടുവാർഡ്സ്, അല്ലെങ്കിൽ എന്താ ബെൻഡിങ് ഒക്കേഴ്സ്. ഓക്കെ പറഞ്ഞാൽ മതി കേട്ടോ. കറക്റ്റായി പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം എയർന്ന് ഗ്ലാസ്സിലേക്കല്ലേ പോണത്. എയർന്ന് ഗ്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് എന്താ? ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് വിൽ ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ എന്ന് പറഞ്ഞാൽ മതി. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദിസ് ഫിനോമിനൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ. ഇവിടുത്തെ ഫിനോമിനൻ എന്താ? റിഫ്രാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദി മീഡിയം എ ആൻഡ് ബി ഈസ് XY. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സെപ്പറേഷൻ, മീഡിയത്തിൻ്റെ സെപ്പറേഷൻ ഇതാണ്. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കണം പറഞ്ഞു കേട്ടോ. മീഡിയത്തിൻ്റെ സെപ്പറേഷൻ സാധാരണ ഇങ്ങനെ കാണിക്കല് സെപ്പറേഷൻ. സോ ഇവിടെ കാണിച്ചത് എങ്ങനെ മക്കളെ? ഇങ്ങനെയാണ് സെപ്പറേഷൻ കാണിച്ചത്. ഇവിടെ മീഡിയം എ, മീഡിയം എ, ഇവിടെ മീഡിയം ബി, ഇത് സെപ്പറേഷൻ. ഓക്കെ, ലൈറ്റ് ഒബ്ലിക്വലി ട്രാവൽ ഫ്രം എ ടു ബി. ഇതാണ് എ, ഇത് ബി. ലൈറ്റ് ഒബ്ലിക്വലി ട്രാവൽ ഫ്രം എ ടു ബി. എന്ന് ബിയിലേക്ക് ലൈറ്റ് എന്ത് ചെയ്യാം മക്കളെ? ഒബ്ലിക്വലി ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതല്ലേ മക്കളെ നോർമൽ വരിക? ഇതാ നോർമൽ വരിഞ്ഞില്ലേ? ആയിക്കോട്ടെ. ഇനി ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ, ബെൻഡ് എവേ ഫ്രം ദ. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഒബ്ലിക്വലി എവിടുന്ന് എന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യണം മക്കളെ? ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ, ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഈ ലൈറ്റ് ഇങ്ങനെ ഇങ്ങോട്ടേക്കല്ലേ പോയത്. അപ്പോൾ ഈ ലൈറ്റ് സംഭവിച്ചത് എന്താ? ഇറ്റ് ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, നോർമലിന് അകന്നു. പക്ഷേ മിക്ക കുട്ടികളും ഇതിന് ആൻസർ ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ. കാരണം എന്താ അറിയോ? നിങ്ങൾ സെപ്പറേഷൻ ഇതാക്കിയെടുക്കും, ഇത് നോർമലും ആക്കിയെടുക്കും. അത് തെറ്റാ. ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബൗണ്ടറി ഏതാണ്? രണ്ട് മീഡിയം തമ്മിലുള്ള സെപ്പറേഷൻ ഏതാണ്? രണ്ട് മീഡിയംസ് തമ്മിലുള്ള സെപ്പറേഷൻ XY. ഇതാന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാന്ന് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കൊണ്ട് തന്നെ മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, മാറിപ്പോവരുത്. ഇതാണ് സെപ്പറേഷൻ. അപ്പോൾ ഇതാണ് നോർമൽ, ഇതാണ് നോർമൽ, ഇതാണ് ഇൻസിഡൻറ്റ് റേ, ഇതാണ് റിഫ്രാക്റ്റഡ് റേ. അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റഡ് റേ എന്ന് ബിയിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് എന്താ? ബെൻഡ് എവേ ഫ്രം ദ നോർമലാ, എവേ ഫ്രം ദ നോർമലാ. അതുകൊണ്ട് ആൻസർ എന്താണ്? ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അടുത്ത എന്താ? ഇൻ വിച്ച് മീഡിയം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഹൈ, എ ഓർ ബി? ബിയിൽ വന്നപ്പോഴേക്കും അത് എങ്ങോട്ടേക്ക്? നോർമലിന് അകന്നുപോയി. ലൈറ്റ് എവിടുന്ന് എങ്ങോട്ടേക്ക് വരുമ്പോൾ ആ നോർമലിന് അകലിൽ? വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം റയർ മീഡിയം ടു ഡെൻസർ ആകുമ്പോൾ എന്താ സംഭവിക്കുക? നോർമലിന് അടുക്കുക ചെയ്യുക. എന്നാൽ വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റയർ മീഡിയം, ദെൻ ആഫ്റ്റർ റിഫ്രാക്ഷൻ ലൈറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. സോ അപ്പോൾ ഇവിടെ എ എന്താ? ഡെൻസറാ. ബി എന്താ? റയറർ മീഡിയാണ് ബി. അപ്പോൾ ഡെൻസറിന് റയറിലേക്ക് പോകുമ്പോഴാണ് ലൈറ്റ് എവേ ഫ്രം നോർമലിൽ നിന്ന് അകന്നത്.
അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ബി റെയർ ഉള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ആരാണ് ഇൻ വിച്ച് മീഡിയം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഹൈ, എ ഓർ ബി? ആർക്കാ ഡെൻസിറ്റി കൂടുതൽ മീൻസ് ഡെൻസർ മീഡിയം ആരാണ്? എ ആണ് ഡെൻസർ മീഡിയം. ഓക്കെ, എ. ഇൻ വിച്ച് മീഡിയം വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് വെരി ലോ? ഏത് മീഡിയത്തിലാണ് മക്കളെ വെലോസിറ്റി ഓഫ് ലൈറ്റ് വളരെ കുറവ്? ഡെൻസർ മീഡിയത്തിൽ ലൈറ്റിന്റെ വെലോസിറ്റി കുറവാ, റെയർ മീഡിയത്തിലോ ലൈറ്റ് വെലോസിറ്റി കൂടുതലാണ്. അപ്പോൾ ഏത് മീഡിയത്തിനാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് കുറവ്? ഡെൻസർ മീഡിയം. സോ മീഡിയം എ. ഓക്കെ അല്ലേ? ഇത്രയും ഡീറ്റെയിൽസ് ഓക്കെ ആണല്ലോ മക്കളെ? സോ നമ്മൾ ഇതോടുകൂടി ഈ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ ഫോക്കസ് ഏരിയ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അധികം ഡിസ്കസ് ചെയ്തത്. മക്കളെ വൃത്തിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഫോക്കസ് ഏരിയ പറഞ്ഞ കാര്യങ്ങൾ ഇൻഡെപ്തിലേക്ക് പഠിക്കാൻ ശ്രമിക്കുക. കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ടാർഗറ്റ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ കറക്റ്റ് ഓരോ ടോപ്പിക്സും ഇൻഡെപ്തിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട്. മക്കൾ അത് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ഉപകാരമായിരിക്കും. മക്കൾ എക്സാമിന് മുൻപായിട്ട് വൃത്തിയായിട്ട് പഠിച്ച് എക്സാമിന് പോകണം. എന്നാൽ ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. സോ ഓൾ ദി best. Thank you.